ഹായ് ഓൾ. അപ്പം നമ്മുടെ ജയ്പൂർ താജ്മഹൽ ട്രിപ്പിൻ്റെ ദ ലാസ്റ്റ് വീഡിയോ ഈസ് ഹിയർ. മേ വിനിഷ വെൽക്കം ഓൾ ഓഫ് യു. ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞ് നമ്മളിത് അടുത്ത് പോകാൻ പോകുന്നത് റെഡ് ഫോർട്ടിലോട്ടാണ്. ഡൽഹിയിലാണ് ഇന്നത്തെ കറക്കം. അപ്പോൾ അതിനകത്ത് നമ്മൾ മെയിൻ ആയിട്ടുള്ള സ്പോട്ടുകൾ കവർ ചെയ്യുന്നത് റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റ് ആൻഡ് കുത്തബ് മിനാർ. ഈ ഒരു സീരീസിലെ ഫസ്റ്റ് ട്രിപ്പാട്ടോ ഈ ഡൽഹി ട്രിപ്പ്. ലാസ്റ്റ് വണ്ണാണ് ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജയ്പൂർ ട്രിപ്പ്. മിഡിലിന് ചേഞ്ച് ഒന്നുമില്ല, നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള താജ്മഹൽ ട്രിപ്പ്. ആൻഡ് ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഡൽഹി ട്രിപ്പാണ് ഇപ്പം ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ദി വീഡിയോ. അപ്പം നമ്മൾ താമസിക്കുന്നവിടുന്ന് തൊട്ടടുത്ത് കുത്തബ് മിനാറാണുള്ളത്. സോ ആദ്യം തന്നെ നമ്മളിത് കുത്തബ് മിനാറിലോട്ടേക്കാണ് പോകുന്നത്. അപ്പം നാട്ടിലെ ഫ്രണ്ട്സ് വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് കേട്ടോ ഇത്. രാവിലെ തന്നെ പോയതുകൊണ്ട് തന്നെ കുത്തബ് മിനാറിൽ വലിയ തിരക്കൊന്നുമില്ല. ടിക്കറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. എന്നാലും ടിക്കറ്റ് എടുക്കുന്നിടത്ത് കുറച്ച് തിരക്കുണ്ടാകും. സോ മാക്സിമം ഓൺലൈനായിട്ട് തന്നെ എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. കുത്തബ് മിനാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എവിടെ നോക്കിയാലും നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ കിടിലായിരിക്കും. എന്താ കുത്തബ് മിനാറിനെ പറ്റി ഒരു 2 വാക്ക് പറയും. സംഭവമാണ് അങ്ങനെയാണ്. കുത്തബ് മിനാറിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? പറയൂ, കുത്തബ് മിനാറിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം താങ്കളുടെ? ഇതുവരെ പോയതിനേക്കാളും കുറച്ചുകൂടി നല്ല ഫ്രെയിംസ് ഇത്തവണ കണ്ടുപിടിക്കാൻ പറ്റിയെന്നുള്ളതാണ് ഈ ഒരു തവണത്തെ കുത്തബ് മിനാർ. ഷാജഹാൻ ആൻഡ് മുംതാസ്. നമ്മുടെ കൂടെയുള്ള ഒരു കപ്പിളിന്റെ പേര് ശരിക്കും ഷാജഹാൻ ആൻഡ് മുംതാസ് എന്നാണ്. താജ്മഹൽ ട്രിപ്പിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ ആക്ച്വലി ഇത് പറയാൻ വിട്ടുപോയതാണ്. പക്ഷേ അന്ന് അവിടുന്ന് ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫറോട് നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ പുള്ളി പറഞ്ഞു, എന്നൊരു കാര്യം ചെയ്യും, നിങ്ങൾ ആധാർ കാർഡൊക്കെ വെച്ച് താജ്മഹലിന്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് അടിപൊളിയാവുന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളത് ചെയ്തില്ല കേട്ടോ. ആൻഡ് ദെൻ കമ്മിങ് ടു കുത്തബ് മിനാർ. കുത്തബ് മിനാർ സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഡൽഹിയിലെ മെഹ്റോളി ഏരിയയിലാണ്. അങ്ങോട്ടേക്ക് പോകാൻ ഭയങ്കര ഈസി ആട്ടോ. കാരണം മെട്രോ സ്റ്റേഷനും ഉണ്ട്. ബസ് സ്റ്റോപ്പ് തൊട്ട് മുമ്പ് തന്നെയാണ്. ഒരു 500 മീറ്റർ നടന്നാൽ മതിയാകും. ആ ഒരു ഫ്രെയിമിന്റെ ഭംഗി കൊണ്ട് മാത്രം തട്ടിക്കൂട്ടി കളിക്കുന്ന ഡാൻസ് ആണ് കേട്ടോ അത്. വളരെ സ്പോട്ടായിട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ പോരായ്മകളും അതിനുണ്ടാകും. അപ്പോൾ അതൊന്ന് ക്ഷമിക്കണേ. നമ്മൾ ആരും മോർണിംഗ് പീപ്പിൾസ് അല്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ചെയ്ത് റെഡിയായി ഇറങ്ങാനൊക്കെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുത്തബ് മിനാർ കഴിഞ്ഞപ്പോൾ തന്നെ ലഞ്ച് ടൈം ആയിരുന്നു. ലഞ്ച് കഴിക്കാൻ ആസ് യൂഷ്വൽ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് കേരള ഹൗസ് സമൃദ്ധി ക്യാൻറ്റീൻ തന്നെയാണ്. അപ്പോൾ കേരള ഫുഡെല്ലാം കഴിച്ച ആ ഒരു സന്തോഷവും സമാധാനത്തിലും നമ്മളിത് നേരെ ഇന്ത്യ ഗേറ്റിലോട്ട് വിട്ടു. തൊട്ടടുത്താണല്ലോ, അപ്പോൾ ഞങ്ങൾ നടന്നാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ഗേറ്റിലോട്ടുള്ള എൻട്രി ടിക്കറ്റ് ഫ്രീ ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പോയ ടൈമുകളിൽ ഒക്കെ ഓൾമോസ്റ്റ് അവിടെ തിരക്കുണ്ടാവാറുണ്ട്. ഇപ്പം ഞങ്ങൾ പോകുമ്പോൾ ഏകദേശം ഈവനിങ് അടുക്കാനായിട്ടുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് മോർണിംഗും നൈറ്റും ഈവനിങ്ങും ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. എന്നാലും തിരക്കൊഴിഞ്ഞ സമയം കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ വിന്റർ പ്ലസ് ഡിസംബർ ടൂറിസ്റ്റുകളെ ഒരുപാട് അട്രാക്ട് ചെയ്യിക്കുന്ന ടൈമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മൾ മലയാളീസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രിപ്പിന്റെ ഫ്യൂവൽ എന്ന് പറയുന്നത് ഷാജുഖ് ഖാന്റെ ഇതുപോലത്തെ കുറെ എന്റർടൈൻമെന്റ്സ് ആണ് കേട്ടോ. ഇക്കാര്യത്തിൽ പിന്നെ ആരും മോശമൊന്നുമല്ല. കൂടെ ഞങ്ങള് ദില്ലി കാണാൻ വേണ്ടി വന്നതാണ്. ഓരോ സ്ഥലങ്ങളായിട്ട് വളരെ സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ ഒരിക്കലും പറ്റില്ല. ബർത്ത്ഡേ വിഷസ് പറയാൻ വേണ്ടി കേരളത്തിൽ നിന്ന് ഫ്ലൈറ്റ് പിടിച്ചു. സത്യം കേട്ടോ, ഇവരുടെ ഈ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വമ്പൻ സർപ്രൈസ് ആയിരുന്നു ഇവരുടെ ഒരു വിസിറ്റ്. ആകെ 1 മന്ത് ലീവിനാണ് ഗോകുല് നാട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ സമയം ഉണ്ടാക്കിയിട്ടാണ് ഇവർ ഡൽഹിയിലോട്ട് എന്നെ കാണാൻ വേണ്ടി വന്നത്. ആ വന്ന ഡേയ്സ് ആണെങ്കിലോ അവൻ്റെ വീട്ടിലെ ഫാമിലി ആയിട്ടുള്ളൊരു ട്രിപ്പ് കഴിഞ്ഞ് ജസ്റ്റ് വീട്ടിലെത്തിയ ദിവസം. ആൻഡ് ദെൻ നമ്മുടെ ഡൽഹി ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലോട്ട് എത്തിയിട്ട് നെക്സ്റ്റ് ഡേ തന്നെ അവനൊരു പെണ്ണ് കാണലുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ സ്റ്റക്ഡ് ആയിട്ടുള്ള ഒരാൾ എനിക്ക് വേണ്ടി ഇത്രയും എഫേർട്ട് എടുത്ത് ഈ ഒരു ട്രിപ്പും ഈ ഒരു സർപ്രൈസും എല്ലാം ഇത്രയും അടിപൊളിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 3 പേരും കാണിക്കുന്ന ആ ഒരു കോർഡിനേഷനും അവരെടുക്കുന്ന ആ ഒരു എഫേർട്ടും അങ്ങനെ എല്ലാം പ്രൈസ്ലെസ് ആട്ടോ. അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തം സെറ്റായിട്ട് ഞാൻ വൺസ് അഗൈൻ എല്ലാവരും റെഡ് ഫോർട്ടിലോട്ട് ഒന്നുകൂടി ഇൻവൈറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ ഇടയ്ക്ക് ടോപ്പിക്കിൽ നിന്ന്
ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിലും ഡൽഹിയിൽ വന്നിട്ട് 1 ഇയർ ആവാനായിട്ടുണ്ടെങ്കിലും റെഡ് ഫോർട്ടിൽ ആദ്യമായിട്ടാട്ടോ. ഫസ്റ്റ് ഹണിമൂൺ ട്രിപ്പായിട്ട് ഡൽഹി കുളു മണാലി എടുത്ത സമയത്ത് ഞങ്ങൾ ആഗ്ര താജ്മഹലും കൂടി വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആഗ്ര ഫോർട്ട് വിസിറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റെഡ് ഫോർട്ട് അന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അങ്ങോട്ട് സമയം കിട്ടാണ്ട് വന്നു. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു സമയം ഒത്തത്. ഇവരെല്ലാവരും വന്നപ്പോൾ പിന്നെയും ഓരോന്നിനും അതിൻ്റേതായ സമയമുണ്ട് ദാസാന്നാണല്ലോ വിജയേട്ടൻ പറഞ്ഞിട്ടുള്ളത്. സോ എല്ലാവരെയും പോലെ ഞങ്ങളും ആദ്യമായിട്ടാണ് റെഡ് ഫോർട്ട് ഇതാ കാണാൻ വേണ്ടി പോകുന്നത്. എല്ലാ സ്പോട്ടുകളെയും പോലെ തന്നെ ഇവിടെയും ക്രൗഡഡ് ആണ് അത്യാവശ്യം. നമ്മൾ ഈ നടന്നു വന്ന വഴിയുണ്ടല്ലോ ഇത്ര നേരം കണ്ടുകൊണ്ടുവന്നത്, അത് ഏകദേശം ഒരു 800 മീറ്റർ ടു 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ഉണ്ടാകും മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റിക്ഷാസ് എടുക്കാം, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഇങ്ങനെ നടന്ന് വേണമെങ്കിൽ വരാം കേട്ടോ. 1639 ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അന്നത്തെ കാലത്തെ മുഗൾ രാജാക്കന്മാരുടെ പ്രൈമറി റെസിഡൻസ് ആണ് റെഡ് ഫോർട്ട്. താജ്മഹലിൻ്റെ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള ഉസ്താദ് അഹമ്മദ് ലഹോരി തന്നെയാണ് റെഡ് ഫോർട്ടും പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 1739 നാദിർഷയുടെ ആക്രമണത്തിന് സമയത്ത് ഈ കോട്ട കൊള്ളയടിക്കുകയും അതിനകത്തുണ്ടായിരുന്ന ആഭരണങ്ങളും കലാസൃഷ്ടികളൊക്കെ അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. പിന്നീട് 1857 ഇന്ത്യൻ കലാപത്തെ തുടർന്ന് ബ്രിട്ടീഷുകാർ ഈ കോട്ടയിലുള്ള മിക്ക മാർബിളുകളും അടിച്ചു തകർക്കുകയും ഉണ്ടായിട്ടുണ്ട്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ലഹോരി ഗേറ്റിന് മുമ്പിൽ ഇന്ത്യൻ പതാക ഉയർത്തി. പിന്നീട് അങ്ങോട്ട് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 ചരിത്രപ്രധാനമായ ഈ കോട്ടയുടെ പ്രധാന കവാടത്തിന് മുന്നിൽ ആചാരപരമായി പ്രധാനമന്ത്രി ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ഉയർത്തുകയും പ്രസംഗം നടത്തുകയും ചെയ്തു വരുന്നു. ഷാജഹാൻ ചക്രവർത്തിയുടെ പിൻഗാമിയായിരുന്ന ഔറംഗസേബ് ചക്രവർത്തിയുടെ സ്വകാര്യ മന്ദിരത്തിലോട്ട് മോത്തി മസ്ജിദ് അല്ലെങ്കിൽ പേൾ മോസ്ക് ആഡ് ചെയ്ത് ഈ ഒരു കൊട്ടാരത്തെ ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പേർഷ്യൻ, തിമുറിഡ് ആൻഡ് ഹിന്ദു ആർക്കിടെക്ചറിന്റെ ഒരു കോൺഫ്ലുവൻസ് റിസൾട്ടാണ് റെഡ് ഫോർട്ടിന്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത്. ഞങ്ങൾ ഇതിനു മുമ്പേ ചെയ്ത യാത്രകളുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് തവണ മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഞങ്ങൾ ഇത്രത്തോളം ട്രാവൽ ലവേഴ്സ് ആണ് എന്നുള്ളത്. അതുപോലെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പോകുന്ന സ്ഥലങ്ങളെ പറ്റിയിട്ടൊന്ന് പഠിച്ചിരിക്കുക എന്നുള്ളത്. നമ്മൾ പോകുന്ന ആ സ്ഥലങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റീസ് ഉണ്ടാവുമല്ലോ. ഇതുപോലത്തെ മോണുമെൻറ്റ്സിലാണെങ്കിൽ ഓഫ് കോഴ്സ് അതിനൊരു ഹിസ്റ്ററി ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ സ്ഥലങ്ങളിലാണെങ്കിൽ അവിടുത്തെ പ്രത്യേകപരമായിട്ടുള്ള ഫുഡായിരിക്കും, ആളുകളായിരിക്കും, കൾച്ചറായിരിക്കും, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്പൂർ തന്നെയാണ്. ഇനി അതിൽ വല്ല മാറ്റം ഉണ്ടാവും എന്നറിയണം. എന്തായാലും ഇപ്പോഴത്തെ ലിസ്റ്റിലെ ടോപ്പ് 1 കിടക്കുന്നത് ജയ്പൂർ തന്നെയാണ്. ഡിസംബറിലെ വിൻ്റർ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. റെഡ് ഫോർട്ടിൻ്റെ പുറത്തിറങ്ങി നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു എക്സിബിഷൻ സെൻറ്റർ ആണിത്. ഇവിടെ എല്ലാം ഉണ്ട്. ആക്ടിവിറ്റീസിനുള്ള സ്പോട്സ് ഉണ്ട്, അതുപോലെ നമുക്ക് ഷോപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്, ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനുള്ളതുണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അത് കുറച്ച് നേരം അവിടെ നമ്മളിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടന്നു. നമ്മുടെ പ്ലാൻ പ്രകാരം ഇന്ന് നൈറ്റ് ആഗ്രയിലോട്ട് പോകും. താജ്മഹലും ആഗ്ര ഫോർട്ടൊക്കെ വിസിറ്റ് ചെയ്തിട്ട് നേരെ ജയ്പൂരിലോട്ട്. ജയ്പൂരിനാണ് ഇവർ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് തിരിച്ച് നാട്ടിലോട്ട്. സോ ഇവർക്ക് നാട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് പർച്ചേസൊക്കെ ഇന്ന് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ മീനാ ബസാറിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. മീനാ ബസാറിൽ ചെന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ജമാ മസ്ജിദിൽ കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ടൈം കഴിഞ്ഞതുകൊണ്ട് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റിയിട്ടില്ല. പുറത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് വന്നു. അങ്ങനെ ഡൽഹി ട്രിപ്പ് ഇവിടെ പര്യവസാനിക്കാൻ വേണ്ടി പോവാണ്. ഒരു 12:30 എങ്ങാനായി ഞങ്ങൾ റൂമിൽ തിരിച്ചെത്തിയപ്പോൾ. ഓൾമോസ്റ്റ് ഷോപ്പ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് നല്ല നല്ല മൊമെന്റ്സ് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട്. ആ ഒരു മൊമെന്റ്സ് ആണല്ലോ നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള ഫ്യൂവൽ എന്ന് പറയുന്നത്. സോ എല്ലാവരും അവരവരുടെ വഴികളിലോട്ട് ഇങ്ങനെ തിരിഞ്ഞു പോവുകയാണ്. എന്തായാലും ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഡേയ്സ് ആയിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒരുമിച്ച്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. സർപ്രൈസ് ആയിട്ടുള്ള ഗിഫ്റ്റ് ആണെങ്കിലും ഇവരുടെ വിസിറ്റ് ആണെങ്കിലും ഈ ഒരു ട്രിപ്പ് ആണെങ്കിലും. ആൻഡ് ഐ വിൽ ബാക്ക് വിത്ത് അനദർ വീഡിയോ. അൻറ്റിൽ ദെൻ ബൈ ബൈ.